ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ. ഉത്തരം ഹണ്ടർ കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആരായിരുന്നു? ഉത്തരം ജനറൽ ഡയർ. മണികർണിക എന്ന പേരിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നായിക ആരായിരുന്നു? ഉത്തരം ഝാൻസി റാണി. ജനറൽ ഡയറിനെ വെടിവെച്ചു കൊന്ന ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം ഉത്തം സിംഗ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം റോബർട്ട് ക്ലൈവ്. ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി? ഉത്തരം മെക്കാളെ പ്രഭു. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച ഇംഗ്ലീഷ് മാസിക ഏതായിരുന്നു? ഉത്തരം പ്രബുദ്ധ ഭാരതം. ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം? ഉത്തരം പ്ലാസി യുദ്ധം. ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ്? ഉത്തരം വില്യം ബെന്റിക് പ്രഭു. നേതാജി എന്ന് അറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളുടെ പൊതുവേദി അറിയപ്പെടുന്ന പേര്? ഉത്തരം കോമൺവെൽത്ത്. സിക്കിം ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ത്രിലോചൻ പൊഖ്രേൽ. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം? ഉത്തരം 1885 ഡിസംബർ. ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏക സന്ദർഭം? ഉത്തരം 1924 ബെൽഗാം സമ്മേളനം. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയ നേതാവ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിത ആരാണ്? ഉത്തരം ആനി ബെസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മുസ്ലിം? ഉത്തരം ബദറുദ്ദീൻ ത്യാബ്ജി. ആരുടെ വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് കപൂർ കമ്മീഷൻ? ഉത്തരം മഹാത്മാഗാന്ധി. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 9. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. നിയമലംഘനത്തിന് തുടക്കം കുറിച്ച സത്യാഗ്രഹം? ഉത്തരം ഉപ്പ് സത്യാഗ്രഹം 1930. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം നിരഞ്ജന. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെയാണ്? ഉത്തരം ലണ്ടൻ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ മുദ്രാവാക്യം ഏത് സമരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം അരുണ ആസിഫ് അലി. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ അനുയായികളാണ് ചെങ്കുപ്പായക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. എവിടെ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത്? ഉത്തരം ബോംബെ.
സാരേ ജഹാം സെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. ഗാന്ധിജി ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എന്നായിരുന്നു? ഉത്തരം 1930 മാർച്ച് 12. ഗാന്ധിജി ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി യാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലായിരുന്നു? ഉത്തരം 61ാമത്തെ വയസ്സിൽ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കെ കേളപ്പൻ. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമായ ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു? ഉത്തരം 1917. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം JP കൃപലാനി. ഖിലാഫത്ത് പ്രസ്ഥാനം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം തുർക്കി. വാസ്കോ ഡി ഗാമ കപ്പലിറങ്ങിയത് എവിടെയാണ്? ഉത്തരം കോഴിക്കോട് ജില്ലയിലെ കാപ്പാട്. അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജി. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം? ഉത്തരം 1901 കൊൽക്കത്ത സമ്മേളനം. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? ഉത്തരം 168 ദിവസം. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ആരാണ്? ഉത്തരം പഴശ്ശിരാജ. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എങ്ങും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലായിരുന്നു? ഉത്തരം ലാഹോർ ഗൂഢാലോചന കേസ്. മെയ് ദിനം ആദ്യമായി ഇന്ത്യയിൽ ആഘോഷിച്ച വർഷം? ഉത്തരം 1923. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം TR ദാസ്. ഇന്ത്യൻ ദേശീയ പതാകയിൽ ധൈര്യത്തെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്ന നിറം? ഉത്തരം കുങ്കുമം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഉത്തരം കെ കേളപ്പൻ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം? ഉത്തരം 1950 ജനുവരി 26. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിത ആരാണ്? ഉത്തരം നെല്ലി സെൻഗുപ്ത. ആനി ബെസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം മദ്രാസിലെ അടയാർ. വിനോബ ഭാവെയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ഉത്തരം വിനായക് നർഹരി. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം? ഉത്തരം സുപ്രീം കോടതി. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ഇന്ദിരാഗാന്ധിയെ ഏത് ജയിലിലാണ് അടച്ചത്? ഉത്തരം നൈനി ജയിലിൽ. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഉത്തരം ഭഗത് സിംഗ്.
കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏതാണ്? ഉത്തരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ഉത്തരം ഹിമാചൽ പ്രദേശ് സ്വദേശിയായ ശ്യാം ശരൺ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആയ ശ്യാം ശരൺ വോട്ട് ചെയ്തത് ഏത് തിരഞ്ഞെടുപ്പിൽ? ഉത്തരം 1951 ഒക്ടോബർ 23 നടന്ന ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ഗാന്ധിജി രാജിവെച്ചത് ഏത് വർഷം? ഉത്തരം 1934. ചിക്കാഗോയിലെ ലോകമത സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഭാരതീയൻ ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മലബാർ കലാപം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാം സെ അച്ച എന്ന ദേശഭക്തി ഗാനം ഏതു ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? ഉത്തരം ഉറുദു. എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഗാന്ധിജി. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് എനിക്ക് ലഭിച്ച ബഹുമതി ഞാൻ ഇവർക്ക് നൽകുന്നു എന്ന് സരോജിനി നായിഡു ആരോടാണ് പറഞ്ഞത്? ഉത്തരം MS സുബ്ബലക്ഷ്മി. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത് എന്നായിരുന്നു? ഉത്തരം 1931 മാർച്ച് 23. ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത വിദേശി ആരായിരുന്നു? ഉത്തരം ഹെർബർട്ട് ബേക്കർ. മൗലാന അബ്ദുൽ കലാം സ്ഥാപിച്ച പത്രം ഏതായിരുന്നു? ഉത്തരം അൽ ഹിലാൽ. ദേശീയ പതാകയിലെ നിറങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം കുങ്കുമം, വെള്ള, പച്ച. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ഉത്തരം ജനഗണമന. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? ഉത്തരം വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. കാലാപാനി എന്നറിയപ്പെടുന്ന ജയിൽ എവിടെയാണ്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ. ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഝാൻസി റാണി. ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രസിഡന്റായ വ്യക്തി ആരാണ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം ഏതാണ്? ഉത്തരം അഹമ്മദാബാദ് മിൽ സമരം. ഡൽഹിക്ക് മുൻപ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം കൊൽക്കത്ത. ഗാന്ധിജി ആരംഭിച്ച പത്രം ഏതാണ്? ഉത്തരം യങ് ഇന്ത്യ. പഠിക്കൂ, പോരാടൂ, സംഘടിക്കൂ ആരുടെ ഉദ്ബോധനം ആണ് ഇത്? ഉത്തരം BR അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരായിരുന്നു? ഉത്തരം പ്രീതിലത വഡോദർ. ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് എന്തായിരുന്നു? ഉത്തരം വാർത്താ പദ്ധതി. UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എന്നായിരുന്നു? ഉത്തരം ഗാന്ധിജി അന്തരിച്ചപ്പോൾ.
ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം സർദാർ KM പണിക്കർ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ഗാനം ഏതാണ്? ഉത്തരം വരിക വരിക സഹചരി. രചന അംശി നാരായണപിള്ള. ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ജയപ്രകാശ് നാരായണൻ. ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയൻ ആരാണ്? ഉത്തരം KPR ഗോപാലൻ. ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്ന്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം റാംസേ മക്ഡൊണാൾഡ്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം അരവിന്ദ ഘോഷ്. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ നിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് മുഖർജി കമ്മീഷൻ നിയോഗിച്ചത്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് ആരുടെ സ്മരണയ്ക്കായി? ഉത്തരം ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ട പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായി. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം സരോജിനി നായിഡു. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം കഴ്സൺ പ്രഭു. ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം അരവിന്ദ ഘോഷ്. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഡൽഹൌസി പ്രഭു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം ആരുടേതാണ്? ഉത്തരം VD സവർക്കർ. ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. 1934 ജനുവരി 11 കോഴിക്കോട് ടൗൺ ഹാളിൽ ആരുടെ ചിത്രമാണ് ഗാന്ധിജി അനാച്ഛാദനം ചെയ്തത്? ഉത്തരം K മാധവൻ നായർ. തിരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ആരാണ്? ഉത്തരം വില്യം ബെന്റിക് പ്രഭു. മലബാർ കലാപം നടന്ന വർഷം? ഉത്തരം 1921. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം? ഉത്തരം സുപ്രീം കോടതി. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ഇന്ദിരാഗാന്ധിയെ
ഏതു ജയിലിലാണ് അടച്ചത്? ഉത്തരം നൈനി ജയിലിൽ. ഇൻക്ലാബ് സിന്ദാബ എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഉത്തരം ഭഗത് സിംഗ്. കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏതാണ്? ഉത്തരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ഉത്തരം ഹിമാചൽ പ്രദേശ് സ്വദേശിയായ ശ്യാം ശരൺ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആയ ശ്യാം ശരൺ വോട്ട് ചെയ്തത് ഏതു തിരഞ്ഞെടുപ്പിലായിരുന്നു? ഉത്തരം 1951 ഒക്ടോബർ 23 നടന്ന ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ഗാന്ധിജി രാജിവെച്ചത് ഏത് വർഷം? ഉത്തരം 1934. ചിക്കാഗോയിലെ ലോകമത സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഭാരതീയൻ ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മലബാർ കലാപം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചത്? ഉത്തരം ഉറുദു. എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം ഗാന്ധിജി. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് എനിക്ക് ലഭിച്ച ബഹുമതി ഞാൻ ഇവർക്ക് നൽകുന്നു. ഇങ്ങനെ സരോജിനി നായിഡു ആരോടാണ് പറഞ്ഞത്? ഉത്തരം MS സുബ്ബലക്ഷ്മി. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത് എന്നായിരുന്നു? ഉത്തരം 1931 മാർച്ച് 23. ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത വിദേശി ആരാണ്? ഉത്തരം ഹെർബർട്ട് ബേക്കർ. മൗലാന അബ്ദുൽ കലാം സ്ഥാപിച്ച പത്രം ഏതാണ്? ഉത്തരം അൽ ഹിലാൽ. ദേശീയ പതാകയിലെ നിറങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം കുങ്കുമം, വെള്ള, പച്ച. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ഉത്തരം ജനഗണമന. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? ഉത്തരം വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിത ആരാണ്? ഉത്തരം നെല്ലെ സെൻഗുപ്ത. ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം അടയാർ. വിനോബ ഭാവെയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ഉത്തരം വിനായക് നർഹരി. കാലാപാനി എന്നറിയപ്പെടുന്ന ജയിൽ എവിടെയാണ്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ. ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഝാൻസി റാണി. ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ വ്യക്തി ആരാണ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം ഏതാണ്? ഉത്തരം അഹമ്മദാബാദ് മിൽ സമരം. ഡൽഹിക്ക് മുൻപ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം കൊൽക്കത്ത. ഗാന്ധിജി ആരംഭിച്ച പത്രം ഏതാണ്?
ഉത്തരം യങ് ഇന്ത്യ. പഠിക്കൂ പോരാടൂ സംഘടിക്കൂ, ആരുടെ ഉദ്ബോധനം ആണ് ഇത്? ഉത്തരം ബി.ആർ. അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരാണ്? ഉത്തരം പ്രീതിലത വഡോദർ. ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് എന്തായിരുന്നു? ഉത്തരം വാർത്താ പദ്ധതി. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം? ഉത്തരം ഉത്തർപ്രദേശിലെ മീററ്റ്. ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏതായിരുന്നു? ഉത്തരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു? ഉത്തരം മംഗൾ പാണ്ഡെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഉത്തരം 18 വയസ്സുകാരനായ ഖുദിറാം ബോസ്. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബീഹാർ. ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ലാലാ ലജ്പത് റായ്. 1857 സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം വി.ഡി. സവർക്കർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ഇന്ത്യ സ്വതന്ത്രമാവുന്ന കാലത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം രാജഗോപാലാചാരി. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏതാണ്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം റിപ്പൺ പ്രഭു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? ഉത്തരം തത്വബോധിനി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏതാണ്? ഉത്തരം സുബേദാർ. ആറ്റിങ്ങൽ കലാപം നടന്നത് എന്നായിരുന്നു? ഉത്തരം 1921 ഏപ്രിൽ 15. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങിയെത്തിയപ്പോൾ ഗുജറാത്തികളുടെ സംഘടനയായ ഗുർജർ മഹാസഭ ഗാന്ധിജിക്ക് ഒരു സ്വീകരണം നൽകി. ബോംബെയിലെ മംഗൾദാസ് ഹൗസിലെ പൂന്തോട്ടത്തിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ട ഈ സ്വീകരണത്തിൽ അധ്യക്ഷനായത് ഗുർജർ സഭയുടെ അന്നത്തെ അധ്യക്ഷനായിരുന്നു. പിൽക്കാലത്ത് ഗാന്ധിജിയുടെ ജീവിതത്തിൽ ആഴമേറിയ മുറിവുകൾ നൽകിയ ഈ വ്യക്തി ആരായിരുന്നു? ഉത്തരം മുഹമ്മദ് അലി ജിന്ന.
1909 ജൂലൈയിൽ ഒരു കേസിന്റെ വാദവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കപ്പലിറങ്ങിയ ഇംഗ്ലണ്ടിലെ സതാംപ്ടൺ എന്ന തുറമുഖം പിന്നീട് മറ്റൊരു പ്രസിദ്ധമായ യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ആരുടെ ഏത് യാത്ര? ഉത്തരം ടൈറ്റാനിക് കപ്പലിന്റെ യാത്ര. ഈ പ്രദേശത്ത് നടന്ന സമരങ്ങളായിരുന്നു കുടസമരം തുടങ്ങിയവയെക്കുറിച്ചുള്ള വാർത്തകൾ അമേരിക്കൻ പത്രങ്ങളിൽ പോലും വന്നിരുന്നു. ഏതാണ് ഈ പ്രദേശം? ഉത്തരം ലക്ഷദ്വീപ്. ബാലഗംഗാധര തിലകനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കേസരി എന്ന പ്രസിദ്ധീകരണം വിടുകയും സുധാരക് എന്ന പ്രസിദ്ധീകരണം ആരംഭിക്കുകയും ചെയ്തത് ആരായിരുന്നു? ഉത്തരം ഗോപാൽ ഗണേഷ് അഗാർക്കർ. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് എന്നായിരുന്നു? ഉത്തരം 2007 ജൂൺ 15. ഞാൻ പോയാൽ അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കും എന്നെനിക്കറിയാം. 1947 ജനുവരി 15 AICCയുടെ മുൻപാകെ ഗാന്ധിജി പ്രസംഗിച്ചത് ആരെ ഉദ്ദേശിച്ചായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത്. ആരെയാണ് ഗാന്ധിജി ഇതിനായി ആദ്യമായി തിരഞ്ഞെടുത്തത്? ഉത്തരം വിനോബ ഭാവെ. ഒഡീഷയിലെ ജഗുലായ് പദ സ്വദേശിയായിരുന്ന ഒരു ധീരന്റെ വിധവയ്ക്ക് 2016 ഒഡീഷ സർക്കാർ 5 ലക്ഷം രൂപ പാരിതോഷികമായി നൽകി. 1948 ഗാന്ധിജിയെ വെടിവെച്ച് വീഴ്ത്തിയ നാഥുറാം വിനായക് ഗോഡ്സെയെ കീഴ്പ്പെടുത്തി പോലീസിന് നൽകിയതിനായിരുന്നു ഈ പാരിതോഷികം. ആരായിരുന്നു ഈ ധീരനായ വ്യക്തി? ഉത്തരം രഘു നായക്. ക്വിറ്റ് ഇന്ത്യ, സൈമൺ ഗോ ബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആരായിരുന്നു? ഉത്തരം യൂസഫ് മെഹ്റലി. ഇന്ത്യയെ കൂടാതെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റ് 5 രാജ്യങ്ങൾ കൂടിയുണ്ട്. ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ? ഉത്തരം ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ബഹ്റൈൻ, ലിച്ചൻസ്റ്റൈൻ എന്നിവയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന? ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം AO ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മലയാളി? ഉത്തരം C ശങ്കരൻ നായർ. ജവഹർലാൽ നെഹ്റു റാണി എന്ന് വിശേഷിപ്പിച്ച വനിത ആരാണ്? ഉത്തരം റാണി ഗൈഡിൻ ലിയു. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഈ വരികൾ ഏത് വള്ളത്തോൾ കൃതിയിൽ നിന്ന് ഉള്ളതാണ്? ഉത്തരം ദിവാസ്വപ്നം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏതാണ്? ഉത്തരം കീഴരിയൂർ ബോംബ് കേസ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഉത്തരം MG റാനഡെ. കസ്തൂർബ മഹിളാ ഉദ്യാൻ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സരളാബെൻ. ബർദോളി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്നായിരുന്നു? ഉത്തരം സബർമതി ആശ്രമം. സ്വരാജ്യം എന്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം റാഡ്ക്ലിഫ് രേഖ. രാഷ്ട്രീയ സ്വാതന്ത്ര്യം യാചിച്ചു നേടേണ്ടതല്ല, സമരം ചെയ്തു നേടേണ്ടതാണ്. ഇങ്ങനെ പറഞ്ഞ നേതാവ് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്.
കണ്ണൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എവിടെയായിരുന്നു? ഉത്തരം പയ്യന്നൂർ. മഹാത്മജിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം മഹാദേവ ദേശായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ഉത്തരം ക്ലെമൻ ആറ്റ്ലി. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി? ഉത്തരം ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം? ഉത്തരം 1600. ഗാന്ധിജി, മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ബഹിഷ്കൃത ഭാരത് എന്ന മറാത്തി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്താറുള്ളത്? ഉത്തരം ചെങ്കോട്ട. ചൗരി ചൗര സംഭവം നടന്ന വർഷം? ഉത്തരം 1922 ഫെബ്രുവരി 5. ഉപ്പ് നിയമം ലംഘിക്കുന്നതിന് വേണ്ടിയുള്ള ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ അന്നത്തെ വൈസ്രോയി എർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ഉത്തരം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം എർവിൻ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാണ്? ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം കാനിങ് പ്രഭു. മംഗൾ പാണ്ഡെയുടെ ജീവിത കഥ പറയുന്ന ചലച്ചിത്രം ഏതായിരുന്നു? ഉത്തരം മംഗൾ പാണ്ഡെ ദി റൈസിംഗ്. വാഗൺ ട്രാജഡി നടന്ന വർഷം? ഉത്തരം 1921 നവംബർ 10. വാഗൺ ട്രാജഡി ദുരന്തം നടന്ന റെയിൽവേ ലൈൻ ഏതായിരുന്നു? ഉത്തരം തിരൂർ ടു താനൂർ. ഇന്ത്യയിലെ തപാൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം ഡൽഹൌസി. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ചത് ഏത് വർഷമായിരുന്നു? ഉത്തരം 1903. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ ഗ്രൗണ്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? ഉത്തരം 1919 ഏപ്രിൽ 13. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കെ കേളപ്പൻ. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമായ ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു? ഉത്തരം 1917. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം JB കൃപലാനി. ഖിലാഫത്ത് പ്രസ്ഥാനം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം തുർക്കി. വാസ്കോ ഡി ഗാമ കപ്പലിറങ്ങിയത് എവിടെയാണ്? ഉത്തരം കോഴിക്കോടിലെ കാപ്പാട്. അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജി. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം 1901 കൊൽക്കത്ത സമ്മേളനം.
സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? ഉത്തരം 168 ദിവസം. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ആരാണ്? ഉത്തരം പഴശ്ശിരാജ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എങ്ങും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലായിരുന്നു? ഉത്തരം ലാഹോർ ഗൂഢാലോചന കേസ്. മെയ് ദിനം ആദ്യമായി ഇന്ത്യയിൽ ആഘോഷിച്ച വർഷം? ഉത്തരം 1923. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം CR ദാസ്. ഇന്ത്യൻ ദേശീയ പതാകയിൽ ധൈര്യത്തെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? ഉത്തരം കുങ്കുമം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം K കേളപ്പൻ. ഇന്ത്യയോടൊപ്പം ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ? ഉത്തരം ദക്ഷിണ കൊറിയ, കോങ്കോ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം? ഉത്തരം 1950 ജനുവരി 26. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ആനി ബസൻ. നിയമലംഘനത്തിന് തുടക്കം കുറിച്ച സത്യാഗ്രഹം? ഉത്തരം 1930-ലെ ഉപ്പ് സത്യാഗ്രഹം. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം നിരഞ്ജന. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെയാണ്? ഉത്തരം ലണ്ടൻ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജിയുടെ മുദ്രാവാക്യം ഏത് സമരത്തിലേതായിരുന്നു? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം അരുണ ആസിഫ് അലി. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ അനുയായികളാണ് ചെങ്കുപ്പായക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. എവിടെ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്? ഉത്തരം ബോംബെ. സാരേ ജഹാം സേ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. ഗാന്ധിജി ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 1930 മാർച്ച് 12. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം? ഉത്തരം 1600. ഗാന്ധിജി, മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ബഹിഷ്കൃത ഭാരത് എന്ന മറാത്തി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ.
ഗാന്ധിജി ചരിത്രപ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 1930 മാർച്ച് 12. സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്താറുള്ളത്? ഉത്തരം ചെങ്കോട്ട. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1922 ഫെബ്രുവരി 5. ഉപ്പ് നിയമം ലംഘിക്കുന്നതിനു വേണ്ടിയുള്ള ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ അന്നത്തെ വൈസ്രോയി ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ഉത്തരം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഇർവിൻ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാണ്? ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം കാനിങ് പ്രഭു. മംഗൽ പാണ്ഡെയുടെ ജീവിത കഥ പറയുന്ന ചലച്ചിത്രം ഏതാണ്? ഉത്തരം മംഗൽ പാണ്ഡെ ദി റൈസിംഗ്. വാഗൺ ട്രാജഡി നടന്ന വർഷം ഏതാണ്? ഉത്തരം 1921 നവംബർ 10. വാഗൺ ട്രാജഡി ദുരന്തം നടന്ന റെയിൽവേ ലൈൻ ഏതാണ്? ഉത്തരം തിരൂർ ടു താനൂർ. ഇന്ത്യയിൽ തപാൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം ഡൽഹൌസി. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ചത് ഏത് വർഷം? ഉത്തരം 1903. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ ഗ്രൗണ്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? ഉത്തരം 1919 ഏപ്രിൽ 13. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം? ഉത്തരം ഉത്തർപ്രദേശിലെ മീററ്റ്. ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏതാണ്? ഉത്തരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? ഉത്തരം മംഗൽ പാണ്ഡെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഉത്തരം ഖുദിറാം ബോസ്. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബീഹാർ. ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത്. ഇങ്ങനെ പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ലാലാ ലജ്പത് റായ്. 1857 സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം വി.ഡി. സവർക്കർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ്? ഉത്തരം 1987 ഓഗസ്റ്റ് 15. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ഇന്ത്യ സ്വതന്ത്രമാവുന്ന കാലത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു.
സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം രാജഗോപാലാചാരി. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏതാണ്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം റിപ്പൺ പ്രഭു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? ഉത്തരം തത്വബോധിനി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏതാണ്? ഉത്തരം സുബേദാർ. ആറ്റിങ്ങൽ കലാപം നടന്നത് എന്നായിരുന്നു? ഉത്തരം 1721 ഏപ്രിൽ 15. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങിയെത്തിയപ്പോൾ ഗുജറാത്തികളുടെ സംഘടനയായ ഗുർജർ മഹാസഭ ഗാന്ധിജിക്ക് ഒരു സ്വീകരണം നൽകി. ബോംബെയിലെ മംഗൾദാസ് ഹൌസിലെ പൂന്തോട്ടത്തിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ട ഈ സ്വീകരണത്തിൽ അധ്യക്ഷനായത് ഗുർജൻ സഭയുടെ അന്നത്തെ അധ്യക്ഷനായിരുന്നു. പിൽക്കാലത്ത് ഗാന്ധിജിയുടെ ജീവിതത്തിൽ ആഴമേറിയ മുറിവുകൾ നൽകിയ ഈ വ്യക്തി ആരായിരുന്നു? ഉത്തരം മുഹമ്മദ് അലി ജിന്ന. 1909 ജൂലൈയിൽ ഒരു കേസിന്റെ വാദവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കപ്പലിറങ്ങിയ ഇംഗ്ലണ്ടിലെ സതാംപ്ടൺ എന്ന തുറമുഖം പിന്നീട് മറ്റൊരു പ്രസിദ്ധമായ യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ഏതായിരുന്നു ആ യാത്ര? ഉത്തരം ടൈറ്റാനിക് കപ്പലിന്റെ യാത്ര. ഈ പ്രദേശത്ത് നടന്ന സമരങ്ങളായിരുന്നു കുട സമരം തുടങ്ങിയവയെ കുറിച്ചുള്ള വാർത്തകൾ അമേരിക്കൻ പത്രങ്ങളിൽ പോലും വന്നിരുന്നു. ഏതാണ് ഈ പ്രദേശം? ഉത്തരം ലക്ഷദ്വീപ്. ബാലഗംഗാധര തിലകനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കേസരി എന്ന പ്രസിദ്ധീകരണം വിടുകയും സുധാരക് എന്ന പ്രസിദ്ധീകരണം ആരംഭിക്കുകയും ചെയ്തത് ആരാണ്? ഉത്തരം ഗോപാൽ ഗണേഷ് അഗാർക്കർ. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് എന്നായിരുന്നു? ഉത്തരം 2007 ജൂൺ 15. ഞാൻ പോയാൽ അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കും എന്നെനിക്കറിയാം. 1941 ജനുവരി 15 AICC മുൻപാകെ ഗാന്ധിജി പ്രസംഗിച്ചത് ആരെ ഉദ്ദേശിച്ചാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത്. ആരെയാണ് ഗാന്ധിജി ഇതിനായി തിരഞ്ഞെടുത്തത്? ഉത്തരം വിനോബ ഭാവെ. ഒഡീഷയിലെ ജഗുലായ് പദ സ്വദേശിയായിരുന്ന ഒരു ധീരന്റെ വിധവയ്ക്ക് 2016 ഒഡീഷ സർക്കാർ 5 ലക്ഷം രൂപ പാരിതോഷികമായി നൽകി. 1948 ഗാന്ധിജിയെ വെടിവെച്ച് വീഴ്ത്തിയ നാഥുറാം വിനായക് ഗോഡ്സെയെ കീഴ്പ്പെടുത്തി പോലീസിന് നൽകിയതിനായിരുന്നു ഈ പാരിതോഷികം. ആരായിരുന്നു ഈ ധീരനായ വ്യക്തി? ഉത്തരം രഘു നായക്. ക്വിറ്റ് ഇന്ത്യ, സൈമൺ ഗോ ബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ്? ഉത്തരം യൂസഫ് മെഹ്റലി. ഇന്ത്യയെ കൂടാതെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റ് 5 രാജ്യങ്ങൾ കൂടിയുണ്ട്. ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ? ഉത്തരം ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ബഹ്റൈൻ, ലിച്ചൻസ്റ്റൈൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന? ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം AO ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മലയാളി? ഉത്തരം സി ശങ്കരൻ നായർ. ജവഹർലാൽ നെഹ്റു റാണി എന്ന് വിശേഷിപ്പിച്ച വനിത ആരാണ്? ഉത്തരം റാണി ഗൈഡിൻ ലിയു. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഈ വരികൾ ഏത് വള്ളത്തോൾ കൃതിയിൽ ഉള്ളതാണ്? ഉത്തരം ദേവാസ്വപ്നം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏതാണ്? ഉത്തരം കീഴരിയൂർ ബോംബ് കേസ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഉത്തരം എം ജി റാനഡെ. കസ്തൂർബ മഹിളാ ഉദ്യാൻ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സരളാബെൻ. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം സബർമതി ആശ്രമം. സ്വരാജ്യം എന്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം റാഡ്ക്ലിഫ് രേഖ. രാഷ്ട്രീയ സ്വാതന്ത്ര്യം യാചിച്ചു നേടേണ്ടതല്ല, സമരം ചെയ്ത് നേടേണ്ടതാണ്. ഇങ്ങനെ പറഞ്ഞ നേതാവ് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. കണ്ണൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എവിടെയായിരുന്നു? ഉത്തരം പയ്യന്നൂർ. മഹാത്മജിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം മഹാദേവ ദേശായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ഉത്തരം ക്ലെമൻ ആറ്റ്ലി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതായിരുന്നു? ഉത്തരം ഹണ്ടർ കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആരാണ്? ഉത്തരം ജനറൽ ഡയർ. മണികർണിക എന്ന പേരിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നായിക ആരാണ്? ഉത്തരം ഝാൻസി റാണി. ജനറൽ ഡയറിനെ വെടിവെച്ചു കൊന്ന ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം ഉത്തം സിംഗ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം റോബർട്ട് ക്ലൈവ്. ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം മെക്കാളെ പ്രഭു. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച ഇംഗ്ലീഷ് മാസിക ഏതാണ്? ഉത്തരം പ്രബുദ്ധ ഭാരതം. ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം ഏതാണ്? ഉത്തരം 1757 പ്ലാസി യുദ്ധം. ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് ആരാണ്? ഉത്തരം വില്യം ബെന്റിക് പ്രഭു. നേതാജി എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളുടെ പൊതുവേദി അറിയപ്പെടുന്ന പേര്? ഉത്തരം കോമൺവെൽത്ത്. സിക്കിം ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ത്രിലോചൻ പൊക്രേൽ. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഏതാണ്? ഉത്തരം 1885 ഡിസംബർ. ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏക സമ്മേളനം?
ഉത്തരം 1924 ബെൽഗാം സമ്മേളനം. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയ നേതാവ് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിത ആരാണ്? ഉത്തരം ആനി ബെസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മുസ്ലിം? ഉത്തരം ബദറുദ്ദീൻ ത്യാബ്ചി. ആരുടെ വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് കപൂർ കമ്മീഷൻ? ഉത്തരം മഹാത്മാഗാന്ധി. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 9. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ.